ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 ഒരു TV മൂവിയായിട്ട് പുറത്തിറങ്ങിയ എ ക്യൂരിയസ് ക്യാറ്റ് ടെറർ മിസ്റ്ററീസ് എന്ന് പറഞ്ഞൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ കഥ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളും ഈ മൂവിയിലെ ഒരു കഥാപാത്രമായിട്ട് മാറുക. അങ്ങനെയാണെങ്കിൽ കൊലയാളിയെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും മറക്കാതെ അതുപോലെ തന്നെ ചെയ്യുമല്ലോ. അപ്പോൾ കഥ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു വീടിനുള്ളിൽ ഒരു ലേഡി സീരിയസ് ആയിട്ടുള്ള എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവർ മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് വീടിനുള്ളിലേക്ക് ആരോ കയറുന്നത് പോലെ. പക്ഷെ അവര് അത് ശ്രദ്ധിക്കുന്നില്ല. കുറച്ചു നേരം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ പുറകിലൂടെ വന്ന ആളുണ്ടല്ലോ, അയാൾ ഒരു കയറെടുത്ത് അവരുടെ കഴുത്തിലേക്കിട്ട് ആ ലേഡി അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു. അത് ചെയ്തതിന് ശേഷം ആ കൊലയാളി ആ വീടിനുള്ളിൽ പുതുതായിട്ട് വാങ്ങി വെച്ചൊരു ഗ്യാസ് സ്റ്റൗ ഉണ്ട്, അത് മുഴുവനായിട്ടും ഓണാക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് പോകുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് ഇപ്പൊ അങ്ങനെ തന്നെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് 10 മണിക്കൂറുകൾക്ക് മുന്നേ എന്താണ് സംഭവിച്ചതെന്നാണ് കാണിച്ചു തരുന്നത്. ഇപ്പൊ കുറച്ചു മുന്നേ ആ കൊലയാളി ഓണാക്കി വെച്ച ആ ഒരു സ്റ്റൗ ഉണ്ടല്ലോ, പൊട്ടിത്തെറിച്ച ആ സ്റ്റൗ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ഗോൾഡി ഇപ്പൊ ഓണാക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ഒരു കാർട്ടറാണ്, ഒരു റെസ്റ്റോറന്റ് വെച്ച് നടത്തുന്നു. അതുമല്ല ഈ വീടുകളിലൊക്കെ ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്കും അവിടെയും പോയിട്ട് ആഹാരം പാചകം ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഹീറോയിന്റെ സുഹൃത്തിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ പാചകം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ ഇപ്പോൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഹീറോയിന്റെ കൂടെ നിൽക്കുന്ന ഈ ലേഡിയുടെ പേര് മാർല, അത് അവളുടെ അസിസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ ആ ഒരു സുഹൃത്തിന്റെ പേര് സൂസി. അപ്പോൾ സൂസിയുടെ ബർത്ത്ഡേ ആണെന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാള് ഒരുപാട് പൂക്കളുമായിട്ട് സൂസിയെ കാണാനായിട്ട് വരുന്നു. അപ്പോൾ ഇയാളുടെ പേര് റിച്ചാർഡ് എന്നാണ്, സൂസിയുടെ ബോയ് ഫ്രണ്ട്. ഇതിൽ ഏറ്റവും കൊടൂരായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? സൂസിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള റിച്ചാർഡ് ഉണ്ടല്ലോ, അവനാണ് നമ്മുടെ ഹീറോയിന്റെ എക്സ് ഭർത്താവ്, എക്സ് ഹസ്ബൻഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നത്തിനിടയിൽ ഹീറോയിൻ എന്തായാലും അവിടെ പാചകം ചെയ്ത് കൊടുക്കണം. ഇപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഹീറോയിൻ അവിടെ പാചകം ചെയ്യാണ്. അപ്പോഴേക്കാണ് അവിടെ വേറൊരുത്തം വരുന്നു. അവന്റെ പേര് ടോം. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. ഇപ്പോൾ ടോം വരുന്നത് ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല ടോം സുസിയുടെ ഫ്രണ്ടും കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പാർട്ടിയിലേക്ക് വന്നത്. ഇപ്പോൾ റിച്ചാർഡ് വന്നിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് റിച്ചാർഡ് ടോമിനെ ഒരു ഡോക്ടറെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇത് വേറെ ആരുമല്ല, സുസിയുടെ നെയ്ബറായിട്ടുള്ള ആളാണ്, അയൽക്കാരൻ. പക്ഷേ മൊട്ടത്തലേൻ ആളങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും അത്ര ഫ്രണ്ട്ലി ഒന്നുമല്ല. സുസിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ബഹളം കേട്ടാലോ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടി കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കും അതിന്റെ ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അസോസിയേഷൻ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് പരാതി കൊടുക്കും മൊട്ടത്തലേൻ. ഇതിനു മുന്നേ തന്നെ ആ മൊട്ട 2 തവണയാണ് സുസിയുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തത്. ഇനി ഒരു തവണ കൂടി കംപ്ലൈന്റ് കൊടുത്താൽ സുസി ഈ വീട് വിട്ട് തന്നെ പോകേണ്ടി വരും. അങ്ങനെയാണ് ഇവരുടെ റൂള്. അതുകൊണ്ട് ആ മൊട്ടത്തലേൻ എന്തായാലും വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പാർട്ടിയിലെ സുസി അയാളെ വിളിച്ചത്, അതും റിച്ചാർഡ് പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു പെണ്ണിനെ കാണിക്കുന്നുണ്ട്. ആ ഒരു ചുവന്ന വസ്ത്രം ഇട്ടുണ്ടല്ലോ അവള്. അത് വേറെ ആരുമല്ല, ഹീറോ ടോം ഉണ്ടല്ലോ, അവന്റെ എക്സ് വൈഫ്. ഒരു ലോഡ് അവിഹിതത്തിനുള്ള കഥയുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ മൂവിയിൽ ഇപ്പൊ നമ്മൾ കണ്ട എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് പിരിഞ്ഞ് ജീവിക്കുന്നവരാണ്. അത് ഹീറോയിന്റെ സുഹൃത്ത് തന്നെ അവളുടെ എക്സ് ഹസ്ബൻഡിനെ പ്രണയിക്കുന്നു. ഇനിയിപ്പോൾ ഹീറോയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ. ഹീറോയിൻ എന്തായാലും അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം ഹീറോയിൻ എങ്ങനെയുള്ള ഒരാളാണെന്ന്. ഇപ്പൊ ജെസ്സി ഇവിടേക്ക് വരാൻ കാരണം സുസിയുടെ കോളേജ് ഫ്രണ്ടാണ്. അതേപോലെ തന്നെ അവൾക്ക് ഈ നാട്ടിൽ വേറെ എന്തോ ഒരു ജോലിയും കൂടി തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇവിടേക്ക് വന്നത്. അപ്പൊ ജെസ്സി ആണെങ്കിലോ $1000 വിലയുള്ള ഒരു മദ്യക്കുപ്പി അതെടുത്ത് സൂസിക്ക് കൊടുക്കും. പക്ഷെ ഹീറോ ആണെങ്കിലോ വില കുറഞ്ഞ എന്തോ ഒരു കാര്യമാണ് സൂസിക്ക് വാങ്ങിക്കൊടുത്തത്. ഇതിപ്പോ എക്സ് ഹസ്ബൻഡും എക്സ് വൈഫും തമ്മിലുള്ള ആ ഒരു മത്സരം പോലെയായി. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരാൾ ഫോണിൽ സുസിയെ പറ്റി ആരോട് സംസാരിക്കുന്നു. അതുമല്ല, അവനോട് ഫോണിൽ സംസാരിക്കുന്ന ആ ഒരാളോട് നല്ല ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ അയാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കുമ്പോഴത്തേക്കും അയാൾ സുസിയുടെ ഒരു ബിസിനസ് ഏജന്റ് ആണ്. അതുമല്ല, സുസിയോട് എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവൾ അതിന് തയ്യാറായില്ല. ആ ഒരു ഐഡിയ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇയാൾ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ അവൾ പാർട്ടിയാണ്, അതിപ്പോ അവളെ കൊണ്ട് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അവളെ ഭീഷണിപ്പെടുത്തി മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുമല്ല, ഇപ്പൊ ഇവിടെ ഒരു പാർട്ടി നടക്കാണ്, എനിക്ക് എന്തായാലും കുറച്ച് സമയം താ, ഞാനിത് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അവൾക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അതേസമയം ഈ ഒരു പാർട്ടി തുടങ്ങിയ സമയം മുതൽ സൂസി ആരോടോ നല്ല ക്ലോസ് ആയിട്ടിരുന്ന് സംസാരിക്കുന്നു. അത് വേറെ ആരുമല്ല, സൂസിയുടെ എക്സ് ഹസ്ബൻഡ്. ഇത് കണ്ട റിച്ചാർഡ് ആണെങ്കിലോ അവളെ മാറ്റി നിർത്തി അവളോട് ആ ഒരു ദേഷ്യത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ ഈ മൂവിൽ മുഴുവനായിട്ടും എക്സിന്റെ കളിയാണെന്ന്. അതുമല്ല, ആ ഒരു മൊട്ടത്തലയും ഡോക്ടർ ആണെങ്കിലോ രാത്രി 2 മണിക്ക് സൂസിയുടെ വീട്ടിൽ നിന്നും അവളുടെ എക്സ് ഭർത്താവ് അയാൾ പോയതായിട്ട് റിച്ചാർഡിനോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ദേഷ്യവും റിച്ചാർഡിനുണ്ട്. ഇപ്പൊ ഇതിനെപ്പറ്റി ഞാൻ സൂസിയോട് ചോദിക്കുമ്പോൾ സൂസി പറയും, ഓ അപ്പോൾ നീ എന്നെ സംശയിക്കാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ട് പോകുന്നതും
റിച്ചാർഡിനെ നല്ല ദേഷ്യമായിട്ട് ആ ഒരു പാർട്ടിയിൽ നിന്ന് അവന് പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ റിച്ചാർഡിനെ വിളിച്ചിട്ട് അവന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ കേൾക്കത്തില്ല. ദേ, അവൾക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് വരെ വാങ്ങിക്കൊണ്ടു വന്നു, പക്ഷെ അതുപോലെ ഞാൻ കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു മുട്ടത്തലയും ഡോക്ടർ ഉണ്ടല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ടാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ അയാൾ വന്നിട്ട് നമ്മുടെ റിച്ചാർഡിനെ പിടിച്ച് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവനെ സമാധാനപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ ആ ഒരു പാർട്ടിയും കഴിഞ്ഞു. റിച്ചാർഡ് ഈ ഒരു പാർട്ടിയിലും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളും മറ്റു കാര്യങ്ങളും നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോഴാണ് സൂസി അവിടേക്ക് വരുന്നത്. ഇപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നീ നിന്റെ മുന്നത്തെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സൂസി പറയും, ഇല്ലില്ല, ഒരിക്കലും ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ആ മുട്ടത്തലയും ഡോക്ടർ വെറുതെ എന്നെ ഈ ഒരു വീട് വിട്ട് പറഞ്ഞു വിട്ടിട്ട് ഈ വീട് അയാൾക്ക് സ്വന്തമാക്കാനായിട്ടാണ് അയാൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും, ശരി, അങ്ങനെയാണെങ്കിൽ നിന്റെ മുന്നത്തെ ഭർത്താവുമായിട്ട് 2 മണിക്ക് എന്തായിരുന്നു ജോലി? സത്യം പറയില്ല, അവനുമായിട്ട് ഒരു അഫെയറിലും ഇല്ല ഞാൻ, എന്നെ വിശ്വസിക്കണം. റിച്ചാർഡ് എന്തായാലും കോളായതിനു ശേഷം അവനോട് ഞാൻ സംസാരിച്ചോളാം. ആ സമയത്താണ് മുടിയെല്ലാം ചുരുണ്ടിട്ട് വയസ്സായിട്ടുള്ള സ്ത്രീ സുസിയെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നു. അവരുടെ പേര് ഫ്രാൻ എന്നാണ്. ഇവരാരാണെന്നോ എന്തിനാണ് സുസിയെ കാണാൻ വന്നതെന്നോ ഇപ്പോൾ നമുക്കറിയത്തില്ല, അതിവിടെ പറയുന്നതുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഹീറോയിനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ അവിടെ വരുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ മകള് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അവളെ കാണുന്നത് ടോം അവളോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ ടോം ഹീറോയിന്റെ വീട്ടിലേക്ക് വരാൻ കാരണം വേറെ ഒന്നുമല്ല, റിച്ചാർഡ് അവിടെ നിന്ന് മൂഡൌട്ടായിട്ട് പോയല്ലോ, അതിന്റെ റീസൺ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ല, അതിനുശേഷം ഞാൻ അവനെ വിളിച്ചില്ല എന്ന് പറയുന്നതും ഇപ്പോൾ നമ്മുടെ ടോമിന് വേറൊരു കോൾ വരുന്നുണ്ട്. അതെന്താണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോഴാണ് സുസിയുടെ വീട്ടിലിരുന്ന ആ ഒരു ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ അത് പൊട്ടിത്തെറിച്ച് വലിയൊരു അപകടം സംഭവിച്ചു എന്ന് പറയും. ഇത് കേട്ടതും ഇവർ രണ്ടുപേരും ഷോക്ക് ആവുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഹീറോയിൻ ഇപ്പോഴാണ് സുസിയുടെ വീട്ടിൽ നിന്ന് നേരെ ഇവിടേക്ക് വന്നത്. അതിനുള്ളിൽ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ തന്നെയാണ് ആ ഒരു ഗ്രിൽ സ്റ്റവ് തുടച്ച് വൃത്തിയാക്കിയിട്ട് വന്നത്. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ സുസിയുടെ വീട്ടിൽ നിന്ന് ഹീറോയിൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഫ്രാൻ എന്ന് പറഞ്ഞ ആ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ അവരോടെ ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഹീറോ ടോം പെട്ടെന്ന് സുസിയുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആ അസിസ്റ്റന്റ് വന്നിട്ട് കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ ഫയർ അലാം അടിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫയർ സർവീസിലേക്ക് കോൾ പോയതാണ്. അവർ തിരിച്ചു വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ആരും എടുത്തില്ല. അതുകൊണ്ടാണ് അവരെല്ലാവരും ഇവിടേക്ക് വന്നത് ഈ കാര്യം അറിഞ്ഞതും. ആ ഗ്രിൽ സ്റ്റൗവിലെ എന്തോ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് കാരണമാണ് സ്റ്റൗ പൊട്ടിത്തെറിച്ചതെന്നാണ് ഫയർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയും, അതിനൊരു ചാൻസും ഉണ്ടാവത്തില്ല, കാരണം അത് പുതിയ സ്റ്റൗ ആണെന്ന് പറയും. ഇപ്പൊ അതേ സമയം തന്നെ മൊട്ടത്തലയും ഡോക്ടർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു. ഇപ്പൊ നിങ്ങൾ എവിടെ പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടർ പറയും, ഞാൻ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു, അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് പേഷ്യന്റ് അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഡോക്ടറിന്റെ വിസിറ്റിംഗ് കാർഡ് ടോമിന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു ഗ്രില്ലുണ്ടല്ലോ അത് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഇപ്പൊ അതിനുള്ളിലെ എന്തോ ഒരു വയറ് കരിഞ്ഞതുപോലെ കിടക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ പറയും, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് പോയത്, പിന്നെ എങ്ങനെ ഈ ഒരു വയറ് വന്നു എന്ന് അവൾ ചോദിക്കും. അപ്പോഴാണ് ആ ഒരു അസിസ്റ്റന്റ് നമ്മുടെ ടോമിനെ വിളിച്ചിട്ട് സാർ ഇവിടെ ഒരു ബോട്ടിൽ തകർന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ജെസ്സി വില കൂടിയൊരു മദ്യം സൂസിക്ക് കൊടുത്തിരുന്നു, അതാണ് താഴെ വീണ് പൊട്ടിയത്. അത് കഴിയുമ്പോഴത്തേക്ക് അവിടേക്ക് ഫോറൻസിക് ഡോക്ടർ വന്നിട്ടാണ് പറയുന്നത് സുസിയുടെ മരണകാരണം എന്താണെന്ന് കണ്ടുപിടിച്ചു. എന്താന്ന് വെച്ചാൽ അവൾ മരിക്കുന്നതിന് മുന്നേ അവളുടെ കഴുത്തിലെ ആരോ ഒരാൾ എന്തോ ഒരു വയറിട്ട് മുറുക്കിയിട്ടുണ്ട്, അതാണ് അവളുടെ മരണകാരണം. അതും ഈ ഒരു പൊട്ടിത്തെറി സംഭവിക്കുന്നതിന് മുന്നേ. അതുകൊണ്ട് സൂസിയുടെ മരണം ഒരിക്കലും ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതല്ല, അത് കരുതിക്കൂട്ടി ചെയ്ത ഒരു കൊലപാതകമാണെന്ന് പറയും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോയിൻ റിച്ചാർഡ് ഉണ്ടല്ലോ അവനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുകയാണ്. പക്ഷെ ഇത്ര വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. അതേസമയം തന്നെ ഹീറോയിന്റെ ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ അവിടേക്കുള്ള എല്ലാ ഓർഡറുകളും ക്യാൻസൽ ചെയ്യുകയാണ്. എന്താന്ന് വെച്ചാല് ഈ ഒരു അപകടം നടക്കാൻ കാരണം ആ ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിച്ചതാണെന്ന് ന്യൂസിൽ മൊത്തമായിട്ട് ഉള്ളത് കൊണ്ട് എല്ലാവരും പേടിച്ചിട്ട് ഹീറോയിന് ബുക്കിംഗ് ചെയ്തല്ലോ അതെല്ലാം ക്യാൻസൽ ചെയ്യാണ്. ഇപ്പോൾ ഹീറോയിൻ ആണല്ലോ അവിടെ ഓർഡർ എടുത്തത്, അതുകൊണ്ട് ഹീറോയിന്റെ അശ്രദ്ധ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ്. അങ്ങനെ ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോൾ ഹീറോയിന്റെ മകള് കഴിക്കാനായിട്ട് വന്നിട്ട്, അല്ല അച്ഛനെ വിളിച്ചോ? ഇല്ല മോളെ, കോള് പോയില്ല, അച്ഛൻ എത്രയും എടുത്തില്ല എന്ന് പറയുമ്പോൾ റിച്ചാർഡാണല്ലോ ഇവളുടെ എക്സ് ഹസ്ബൻഡ്. അപ്പോൾ ഹീറോയിന്റെ മകള് പറയും, അച്ഛൻ എവിടെയാണെന്ന് എനിക്കറിയാം, ഗസ്റ്റ് ഹൗസിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ തന്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ വന്നിരുന്ന ഒരു ഓർഡറും കൂടി ക്യാൻസൽ ആയിപ്പോയി. ഇതുകൂടി ആവുന്നത് ഒന്നുകൂടി ടെൻഷനായിട്ട് മാറില്ലുണ്ടല്ലോ അവളുടെ അസിസ്റ്റന്റ് അവളോട് സുസിയെ കൊല ചെയ്തെന്നുള്ള കാര്യം പറയുമ്പോൾ അവളും പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സ് എല്ലാം വിചാരിക്കുന്നത് ഹീറോയിന്റെ അശ്രദ്ധ കാരണമാണ് ആ ഒരു അപകടം നടന്നതെന്നാണ്. പക്ഷെ ഇതൊരു കൊലപാതകമാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കേണ്ട ഒരു ചുമതല ഇപ്പോൾ ഹീറോയിന്റെയും കൂടിയാണ്. കാരണം അവൾക്ക് ഓർഡർ വരണമെന്നുണ്ടെങ്കിൽ ഇതൊരു കൊലപാതകമാണെന്ന് അവളുടെ കസ്റ്റമേഴ്സിനെ അവൾ വിശ്വസിപ്പിക്കണം. അതുകൊണ്ട് ആരാണ് കൊലയാളി എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് ഹീറോയിനും പറയുന്നുണ്ട്.
അപ്പൊ ഇത് കേൾക്കുന്ന മാർല പറയും, അല്ല മേഡം, അതിനല്ലേ ആ ഒരു ഡിക്റ്റേറ്റീവ് ഉള്ളത്. ഹീറോയും പറയും, ഇല്ല, എന്റെ ബിസിനസ് നല്ലതുപോലെ പോകണമെന്നുണ്ടെങ്കിൽ ഈ കേസ് ഞാനും അന്വേഷിക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് മാർലയും ഹീറോയിനും നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ടോം ഉണ്ടല്ലോ, അവിടെ വരുമ്പോഴത്തേക്കും ഹീറോയിൻ ഈ ഒരു കേസിൽ ഇൻവോൾവ് ആവുന്നത് ടോമിന് ഒരിക്കലും ഇഷ്ടമല്ല. അപ്പോഴാണ് മാർല ഹീറോയിന്റെ അവസ്ഥ എന്താണെന്ന് ടോമിനോട് പറയുന്നത്. ഹീറോയിൻ പറയാതെ അതുകൊണ്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ടോം അതിന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ടോം ചോദിക്കും, ശരി റിച്ചാർഡിനെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, റിച്ചാർഡിനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അവൻ അവന്റെ ഗസ്റ്റ് ഹൗസിൽ മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടാവുമെന്ന്. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും റിച്ചാർഡിന്റെ ആ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. ഇപ്പൊ സുസിയുടെ മരണം ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതകമാണെന്നുള്ള കാര്യം റിച്ചാർഡിനോട് പറയുമ്പോൾ റിച്ചാർഡ് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പാർട്ടിയുടെ പകുതി വെച്ചിട്ടാണല്ലോ റിച്ചാർഡ് പോയത്, അത് ആ ഒരു ഡോക്ടറിനോടൊപ്പം. അതിനുശേഷം സൂസിയെ വിളിച്ചോന്ന് ചോദിക്കുമ്പോൾ റിച്ചാർഡ് പറയും, ഇല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടേക്ക് വരുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, കാരണം അവളോടുള്ള ആ ഒരു ദേഷ്യമായിരുന്നു. പക്ഷെ അവൾക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ലാന്നെല്ലാം അവനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ടോം, സൂസിയുടെ മരണം ഒരു കൊലപാതകമാണല്ലോ, അതുമല്ല ഗ്രില്ലിലെ നിന്റെ കൈരേഖ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം റിച്ചാർഡിനോട് പറയുമ്പോൾ റിച്ചാർഡ് പറയും, അതെ അതുണ്ടാവും, കാരണം കഴിഞ്ഞ ആഴ്ച ഞാനാണ് അത് വാങ്ങി സൂസിയുടെ വീട്ടിൽ വെച്ചു കൊടുത്തത്. അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ എന്റെ കൈരേഖ അതിലുണ്ടാവത്തില്ലേ. അതുകൊണ്ട് നമ്മുടെ ടോമിനെ അവൻ ഇപ്പോൾ സംശയിക്കല്ലാതെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനൊന്നും കഴിയത്തില്ല, കാരണം അവനെതിരായിട്ട് വേറെ തെളിവുകളൊന്നുമില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും മാർലയും അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു വൈറ്റ് ബോർഡിലെ അവർ സംശയിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. ഓക്കെ, ആദ്യം സുസിയോട് ലാസ്റ്റ് ആയിട്ട് സംസാരിച്ചിരുന്ന ആ ഒരു ലേഡി ഫ്രാൻ, അതേപോലെ തന്നെ സുസിയുടെ കറണ്ട് ബിസിനസ് പാർട്ട്ണർ ചെസ്റ്റർ. അപ്പോൾ സുസിയും അവളുടെ പാർട്ട്ണർ ഇവർ രണ്ടുപേരും ഈ ഒരു അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ഷൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ചെസ്റ്റർ സുസിയുടെ മൊത്തം പാർട്ട്ണർഷിപ്പും എടുത്തിട്ട് ഒറ്റയ്ക്ക് ആ ഒരു ബിസിനസ് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. അതുമല്ല ടോമിന്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവൻ ചെസ്റ്ററിനെ പറ്റി അന്വേഷിച്ചപ്പോൾ സുസി മരിച്ച സമയത്ത് അവൻ വീട്ടിലിരുന്ന് TV കാണുമായിരുന്നെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അടുത്തായിട്ട് സംശയിക്കേണ്ടത് സുസിയുടെ എക്സ് ഹസ്ബൻഡ്. ഒരുപക്ഷെ അവൻ വിചാരിച്ചിട്ടുണ്ടാവാം സുസി തനിക്ക് മാത്രമുള്ളതാണെന്ന്, അതുകൊണ്ടായിരിക്കാം മറ്റൊരാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അവളെ കൊന്നത്. അപ്പൊ ആ ഒരു എക്സ് ഹസ്ബൻഡിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും സുസി മരിച്ച സമയത്ത് അയാളുടെ ഫ്രണ്ടുമായിട്ട് എന്തോ ഒരു ഡിന്നർ കഴിക്കുമായിരുന്നെന്നാണ് മനസ്സിലായത്. പക്ഷെ അതത്ര കൺഫേം ആയിട്ട് പറയാൻ കഴിയത്തില്ല എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സംശയിക്കേണ്ടത് സുസിയുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ഏജന്റ് ഉണ്ടല്ലോ, ബിസിനസ് ഏജന്റ്, അവൻ. കാരണം ഹീറോയിൻ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ അവൻ സുസിയെ പറ്റി വേറെ ആരോടും നല്ല ദേഷ്യത്തിൽ സംസാരിക്കുന്നത് ഹീറോയിൻ കേട്ടിരുന്നു. അതുകൊണ്ട് ഇവനെയും സംശയിക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ ഇവർ ചേർക്കാണ്. അത് കഴിഞ്ഞ അടുത്തതാരാണ്, ആ മൊട്ടത്തലയും ഡോക്ടർ. ഇങ്ങനെയാണ് നോക്കിയിരുന്നത്, കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോക്ടറും ഉണ്ട്. കാരണം ഡോക്ടറിന് സുസിയുടെ വീടിന് മേളിൽ ഒരു കണ്ണുണ്ടായിരുന്നു, അവൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. അതിലൂടെ ആ ഒരു വീട് സ്വന്തമാക്കാനായിട്ട് ഡോക്ടറും ശ്രമിച്ചിരുന്നു. പക്ഷെ ആ ഒരു ഡോക്ടർ സുസിയുടെ വീട്ടിലെ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എന്തോ ഒരു ഫോൺ കോൾ വന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയെന്നാണല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് ഇവർ സംശയിക്കുന്നത് ജെസിമി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി ഉണ്ടല്ലോ, ടോമിന്റെ എക്സ് വൈഫ്. അവളാണെങ്കിലോ സുസിക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൊടുത്തു, അതേപോലെ തന്നെ എന്തോ ഒരു ബിസിനസിന്റെ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ടോമും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്നറിയോ? ഹീറോയിൻ സംശയിക്കുന്നവരുടെ ആ ഒരു ലിസ്റ്റ് തന്നെ ഒരുപാടുണ്ട്. പക്ഷേ ഹീറോ സംശയിക്കുന്ന റിച്ചാർഡ് ഉണ്ടല്ലോ, അവന്റെ പേര് മാത്രം ഹീറോയിന്റെ ലിസ്റ്റിലില്ല. അതുപോലെ ടോം സംശയിക്കുന്നതോ ആകെ ഒരാളെ, അത് റിച്ചാർഡിനെ മാത്രമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ടോം ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഓക്കെ ഇതൊന്നും ടോം കാണണ്ടെന്ന് വിചാരിച്ചിട്ട് കയ്യും പൊക്കി വെച്ച് അതിന്റെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും ഇത്രയും വലിയ ബോർഡിൽ ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ കാണത്തില്ല എന്നാണോ? ഹീറോ അതെല്ലാം കണ്ടിട്ട് അകത്തേക്ക് കയറി വന്ന് രണ്ടുപേരെയും വഴക്ക് പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇവർ രണ്ടുപേരും ഇതുപോലെ പ്രൊഫഷണൽസ് അല്ല. അതേപോലെ തന്നെ ടോമിന്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്നും ഒരുപാട് ഡീറ്റെയിൽസും ഇവർ കളക്ട് ചെയ്തിരുന്നു. ഇതെല്ലാം തെറ്റാണ്, നിങ്ങൾ രണ്ടുപേരും ഇതൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയും പറയും, പക്ഷെ ഇതൊന്നും ചെയ്യാതെ എന്റെ ബിസിനസ്സിലേക്ക് എനിക്ക് ഒരിക്കലും തിരിച്ചു വരാനായിട്ട് കഴിയത്തില്ല എന്ന് അവളുടെ അവസ്ഥ പറയുമ്പോഴത്തേക്കാണ് ടോം ഓക്കെ നിങ്ങൾ സംശയിക്കുന്നവരുടെ മോട്ടീവ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ മാർല ആദ്യം ആ ഒരു ഡോക്ടറെ പറ്റി പറയാനായിട്ട് വരും. ഹീറോ പറയും, പക്ഷേ സുസിയുടെ വീട്ടിൽ ആ ഒരു അപകടം സംഭവിക്കുമ്പോൾ ഡോക്ടറിന് എന്തോ ഒരു കോൾ വന്നിട്ട് അയാള് ഹോസ്പിറ്റലിലേക്ക് പോകായിരുന്നു. പക്ഷെ അതൊരു ഫേക്ക് കോളായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അങ്ങനെ ഒരു രോഗിയേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫേക്ക് കോൾ വിളിച്ചതേ കില്ലർ ആയിരിക്കണം. കാരണം ഡോക്ടറിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ സുസിയുടെ വീട് നല്ലതുപോലെ കാണാൻ കഴിയും. അങ്ങനെ ഡോക്ടർ ഈ ഒരു കൊലപാതകം നടക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറിനെ അവിടെ നിന്ന് മാറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് ആ ഒരു കില്ലർ പറഞ്ഞു വിട്ടത്. പക്ഷെ ആ ഒരു കോള് ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഹീറോ പറഞ്ഞിട്ട് ഇവരോട് പറയും, ഓക്കെ നിങ്ങൾ എല്ലാവരെയും ഇതുപോലെ സംശയിക്കുന്നതാണെങ്കിൽ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഹീറോ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ ഹീറോ സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷം അവന്റെ അസിസ്റ്റന്റ് ഓരോരുത്തരായിട്ട് ഈ സംശയിക്കുന്നവരെ ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്തിരുന്നു. അവർക്കെല്ലാവർക്കും അലിബി ഉണ്ടെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്.
അപ്പൊ ആ ഒരു പാർട്ടി ദിവസം അവസാനമായിട്ടും സുസിയെ കാണാൻ വന്നത് ഫ്രാൻ എന്ന് പറഞ്ഞ വയസ്സായ ആ ഒരു സ്ത്രീയായിരുന്നു. അവരെ പറ്റിയും ഈ ഒരു അസിസ്റ്റന്റ് അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഫ്രാൻ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഒരു എക്സ് പോലീസ് ആയിരുന്നു. അതും റിട്ടയർ ആവുന്നതിന് 1 വർഷം മുന്നേ ജോലിയിൽ നിന്നും മാറി നിൽക്കുമായിരുന്നു. അതിന് കാരണം വേറെ ഒന്നല്ല, ഇവരുടെ പേരിൽ ഒരു കൈക്കൂലി കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1 വർഷം മുന്നേ തന്നെ അവരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഫയർ ചെയ്ത് വിടുമായിരുന്നു. അതുകൊണ്ടാണ് അവരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് ഫ്രാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് രഹസ്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് അവരെ നമുക്ക് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ പോകുന്നത് സുസിയുടെ ആ ഒരു പാർട്ണർ ഉണ്ടല്ലോ, ചെസ്റ്റർ എന്ന് പറഞ്ഞിട്ട്, അവനെ കാണാൻ വേണ്ടി അവന്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും എക്സ് ഹസ്ബൻഡ് ഉണ്ടല്ലോ, അയാൾ ചെസ്റ്ററിനോട് വഴക്കിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ കാണുമ്പോൾ അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ അകത്തേക്ക് വന്നിട്ട് ചെസ്റ്ററിനോട് അല്ല എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, സുസിയുടെ എക്സ് ഹസ്ബൻഡും ഞാനും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കമ്പനി റൺ ചെയ്ത് പോകുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു പാർട്ണർമാരെ. സുസിയെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം അയാൾ വേറൊരു കമ്പനി വെച്ച് നടത്തി. പക്ഷെ ആ ഒരു കമ്പനിയിൽ നല്ല വരുമാനമില്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും തിരിച്ച് തന്റെ കമ്പനിയിലേക്ക് അയാളെ കയറ്റാൻ വേണ്ടി സുസിയോട് അയാൾ ഒരുപാട് തവണ പറഞ്ഞിരുന്നു. പക്ഷേ സുസിക്ക് അതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ സുസി മരിച്ചതിന് ശേഷം അടുത്ത ദിവസം തന്നെ ഇവിടേക്ക് വന്നിട്ട് തന്നെ ഈ ഒരു കമ്പനിയിലേക്ക് ചേർക്കാനായിട്ട് സുസിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ടാണ് അയാൾ വന്നത്. ഈ കാരണം കൊണ്ടാണ് പാർട്ണറും ആ എക്സ് ഹസ്ബൻഡും തമ്മിൽ ഈ ഒരു വഴക്കുണ്ടായതും എന്നിട്ട് അയാൾ പിണങ്ങിപ്പോയതും. ഈ കാര്യങ്ങളെല്ലാം ചെസ്റ്റർ ഹീറോയിനോട് പറയുമ്പോൾ ഭാര്യ മരിച്ചിട്ട് അടുത്ത ദിവസം തന്നെ വന്ന് ഈ കമ്പനിയിലെ പാർട്ണറായിട്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെയും സംശയിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണോ, ഇനി സുസി അത് സമ്മതിച്ചാണോ, അതൊന്നും ഇപ്പോൾ നമുക്കറിയത്തില്ല. കാരണം സുസിയുടെ ഷെയർ ആയിട്ട് 65% ഈ ഒരു കമ്പനിയിലുള്ളത്. സുസി മരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ ഷെയർ അധികമായിട്ട് ആർക്കാണ് പോവേണ്ടതെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ മരിച്ചാലും ആ ഒരാൾക്ക് മാത്രമേ അവളുടെ ഷെയറും കാര്യങ്ങളൊക്കെ പോകത്തുള്ളൂ. പക്ഷെ ആ ഒരു പേപ്പറിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് നാളെ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ എന്നും ചെസ്റ്റർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അതേ സംശയം തന്നെയാണ് ഹീറോയിനുള്ളത്, സുസിയുടെ എക്സ് ഹസ്ബൻഡ്. അതുകൊണ്ട് ആ ഒരു എക്സ് ഹസ്ബൻഡിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹീറോയ്ക്ക് ഒരു മെസ്സേജ് ഹീറോയിൻ അയക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ടോമും അസിസ്റ്റന്റും ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഫ്രാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ വയസ്സായിട്ടുള്ള, അവരെ കാണാൻ വേണ്ടി. ഇപ്പോൾ ടോം ചോദിക്കും, ശരി നിങ്ങൾ എന്തിനാ സുസിയെ കാണാനായിട്ട് അന്നത്തെ ദിവസം അവിടേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഇൻഷുറൻസ് ക്ലെയിമിന്റെ ഭാഗമായിട്ട് അവരോട് സംസാരിക്കാൻ പോയതാണ്. അപ്പോൾ നമ്മുടെ ടോമിനറിയാം ഈ ഒരു ഇൻഷുറൻസും അതേപോലെ തന്നെ ഫ്രാൻ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന്. പക്ഷെ ഫ്രാൻ ആണെങ്കിലോ മുന്നേ ഒരു പോലീസുകാരി ആയതുകൊണ്ട് ഹീറോയോട് ഭയങ്കര അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അമ്മൂമ്മ കറക്റ്റായിട്ടുള്ള മറുപടി പറയത്തില്ല. അതുകൊണ്ട് ടോം പറയും, ഓക്കെ കോർട്ട് ഓർഡർ വാങ്ങിയിട്ട് ഞാൻ നിങ്ങളെ വന്നൊന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോൾ ടോം തന്റെ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട് ഈ ചകിരിത്തലയുള്ള അമ്മൂമ്മനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ ടോം പോകുന്നത് ഹീറോയും മെസ്സേജ് അയച്ചതുപോലെ സൂസിയുടെ എക്സ് ഹസ്ബൻഡ് ഉണ്ടല്ലോ അവനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവൻ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും നേരത്തെ തന്നെ അവിടെ വന്നിരുന്നു. സൂസിയുടെ എക്സ് ഹസ്ബൻഡിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇവർ ചെല്ലുമ്പോഴത്തേക്കും അവിടെയാണ് മറ്റൊരു കാര്യം, ജെസ്സി ഉണ്ടല്ലോ അവള് വന്നിട്ട് അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇത് കണ്ട് ഇവർ രണ്ടുപേരും ഷോക്കായി പോയി. കാരണം അവർ തമ്മിൽ എന്തിനാ സംസാരിക്കുന്നത്? അങ്ങനെ ജെസ്സി അവിടെ നിന്ന് പോയതും ഹീറോയിൻ ആ ഒരു എക്സ് ഹസ്ബൻഡ് ഉണ്ടല്ലോ അവന്റെ ഓഫീസ് അങ്ങനെ നിരീക്ഷിക്കുകയാണ്. കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോ അവിടേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും മുൻവശത്തെ ഡോറ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ പുറകിലത്തെ ജനാല വഴി അകത്തേക്ക് എത്തി നോക്കും. അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ ഓഫീസ് മുഴുവനായിട്ട് കാലിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ സുസിയുടെ ആ ഒരു കമ്പനിയിലേക്ക് പാർട്ണറായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് തന്റെ ഓഫീസ് തന്നെ കാലിയാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. പക്ഷെ അവിടെയും സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുസിയുടെ പാർട്ണറായിട്ടുള്ള ചെസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കൊരിക്കലും അവളുടെ എക്സ് ഹസ്ബൻഡ് തന്റെ കമ്പനിയിലേക്ക് വന്ന് മെറിച്ചാവുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാന്ന്. ഇത് കേട്ട് ടോം പറയും, ഒന്നുകിൽ സുസിയുടെ പാർട്ണറായിട്ടുള്ള ചെസ്റ്റർ അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ എക്സ് ഹസ്ബൻഡ്. ഇവർ രണ്ടുപേരിൽ ആരോ ഒരാള് എന്തോ കള്ളം മറയ്ക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് കള്ളം പറയാണ്. അതുമല്ല ഇവർക്കുള്ള രണ്ടാമത്തെ ഒരു സംശയം എന്താണെന്ന് വെച്ചാല് ആ ഒരു എക്സ് ഹസ്ബൻഡിന്റെ ഓഫീസ് ഇപ്പോൾ കാലിയാണ്. അങ്ങനെയാണെങ്കിൽ അവനോട് ജെസ്സി എന്തിനാണ് സംസാരിക്കാനായിട്ട് വന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. അതേസമയം ഇവിടെ ഫ്രാനിനെ കാണിക്കുമ്പോൾ അവരുടെ പിറകെ തന്നെ ആ ഒരു അസിസ്റ്റന്റ് അവരെ ഫോളോ ചെയ്ത് പോവാണ്. അവരിപ്പോ ഒരു തുണിക്കടയ്ക്കകത്തേക്ക് കയറിയിട്ട് അതിനകത്തുനിന്ന് എന്തോ ഒരു ഡ്രസ്സും വാങ്ങി അകത്തുള്ള ആ ഒരു ചേഞ്ചിങ് റൂം ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറി പോകുമ്പോൾ അവന് ഫോളോ ചെയ്ത് പോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അവൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഷോപ്പിലെ ഓർഡർ വന്നിട്ട്, അല്ല സാർ നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല മേഡം ഞാനൊരു സസ്പെക്റ്റിനെ ഫോളോ ചെയ്യാണ്, ഞാനൊരു പോലീസുകാരനാണെന്ന് പറയുന്നതും ഈ ഗ്യാപ്പിൽ നമ്മുടെ ചകിരിത്തല അമ്മച്ചി ഫ്രാൻ ഉണ്ടല്ലോ അവര് പുറകിലത്തെ ഡോർ വഴി രക്ഷപ്പെട്ടു പോകുന്നു. അപ്പൊ ഈ കാര്യം അസിസ്റ്റന്റ് നമ്മുടെ ടോമിനോട് പറയുന്നതും ഇവർ രണ്ടുപേരും വന്നിട്ട് ആ ഒരു ഷോപ്പിലെ CCTV ഫുട്ടേജ് നോക്കുമ്പോഴത്തേക്കാണ് ഫ്രാൻ മനഃപൂർവ്വം ഈ അസിസ്റ്റന്റിനെ
പറ്റിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഷോപ്പിനകത്തേക്ക് കയറിയിട്ട് അതിന്റെ പുറകുവശത്തോടെ വെളിയിലേക്ക് പോയത്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കൂടുതലും സംശയം ഫ്രാനിന്റെ മുകളിലാണ്. കാരണം ഇവർ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴത്തേക്കും പിന്നെ സംശയിക്കാതെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഹീറോയിനും റിച്ചാർഡും ഒരു സ്പോർട്സ് ഗ്രൗണ്ടിലാണുള്ളത്. കാരണം വേറെ ഒന്നല്ല, ഇവരുടെ രണ്ടുപേരുടെ മകളുണ്ടല്ലോ, അവള് എന്തോ ഒരു സ്പോർട്സിന്റെ പ്രാക്ടീസ് ആയിട്ട് ഇവിടെ നിൽക്കാണ്. അവൾക്ക് വേണ്ടി രണ്ടുപേരും വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഹീറോയിൻ ആ ഒരു മൊട്ടത്തലയും ഡോക്ടർ ഉണ്ടല്ലോ അയാൾക്ക് വന്ന ആ ഒരു ഫേക്ക് കോളിനെ പറ്റി സംസാരിക്കുന്നത്. അതുമല്ല നമ്മുടെ റിച്ചാർഡും ഒരു ഡോക്ടറാണ്. ആ മൊട്ടത്തലയും ഡോക്ടർ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് റിച്ചാർഡും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റിച്ചാർഡ് പറയുന്നത് ആ ഒരു ഡോക്ടർ അയാളുടെ പേഷ്യൻസിനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് അയക്കാറുണ്ട്. കാരണം അയാളുടെ വയസ്സാം കാലം ആയതുകൊണ്ട് തന്നെ അയാളുടെ സ്വന്തം നാടായിട്ടുള്ള ഇറ്റലിയിലേക്ക് അയാൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയും പറയും, ഞാൻ ചോദ്യം ചെയ്തതിലേ അലിബിയുള്ള ഒരേ ഒരാള് ഫ്രാൻ മാത്രമായിരുന്നു എന്ന് റിച്ചാർഡിനോട് പറയുമ്പോൾ റിച്ചാർഡ് പറയും, അല്ല ആ ഒരു ഫ്രാൻ അവര് സൂസി മരിച്ച സമയത്ത് എവിടെയായിരുന്നു? സൂസി മരിച്ച സമയത്ത് അവർ ഏതോ ഒരു ജിമ്മിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജിമ്മിന്റെ പേരുണ്ടല്ലോ അത് റിച്ചാർഡിനോട് ഇപ്പോൾ പറയും. ആ ജിമ്മില് ഫ്രാൻ ഉണ്ടായിരുന്നെന്നുള്ള കാര്യം കൺഫേം ചെയ്തത് ആ ജിമ്മിന്റെ ഓണറാണ്. അപ്പോഴാണ് റിച്ചാർഡ് പറയുന്നത്, ആ ജിമ്മിൽ നിന്നും സൂസിയുടെ വീട്ടിലേക്ക് പോയിട്ട് വരാൻ വേണ്ടി വെറും 5 മിനിറ്റ് മാത്രം മതി. ഒരുപക്ഷെ ഫ്രാൻ തന്നെ ആ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിലേ ഒരാലിബി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ആ ജിമ്മിലേക്ക് പോയത്. ഈ കാര്യം റിച്ചാർഡ് പറയുമ്പോഴത്തേക്കും ഇത് റിച്ചാർഡ് പറഞ്ഞതല്ലാതെ പോലീസ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലേ ഇത് കൺഫേം ആക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ടോമിനെ വിളിക്കുന്നത് ആ ഒരു ഫോറൻസിക് ഡോക്ടർ ഉണ്ടല്ലോ അവരാണ്. അവർ നേരത്തെ തന്നെ പറഞ്ഞത് സൂസിയുടെ കഴുത്ത് ഞെരിച്ചാണ് അവളെ കൊന്നതെന്നാണ്. ഇപ്പൊ പുതിയതായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സൂസിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനെ ഉപയോഗിച്ച ആ ഒരു കയറുണ്ടല്ലോ അത് മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വയറാണെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ടോം അന്വേഷിച്ചതിലെ റിച്ചാർഡ് മാത്രമാണ് മീൻ പിടിക്കാനായിട്ട് അവന്റെ റിസോർട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരൊറ്റ വയർ മാത്രമാണ് നമ്മുടെ ടോമിന് കിട്ടിയ പ്രധാന തെളിവ്. അതുകൊണ്ട് നമ്മുടെ റിച്ചാർഡിനെ അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ഇതറിഞ്ഞ ഹീറോയിൻ ആണെങ്കിലോ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ടോമിനോട് വഴക്കുണ്ടാക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഹീറോയിൻ പറയുന്നത് റിച്ചാർഡ് ഒരിക്കലും അങ്ങനെ ചെയ്തില്ല എന്നാണ്. ഇപ്പോൾ ടോം പറയും, നീ എന്ത് പറഞ്ഞാലും അതിന് തെളിവുണ്ടെങ്കിൽ മാത്രമേ ഞാനത് വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ശരി ഞാൻ ഇന്ന് റിച്ചാർഡിനോട് സംസാരിച്ചോട്ടെ. ടോം അതിന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ അകത്തേക്ക് വന്നിട്ട് റിച്ചാർഡിനോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ റിച്ചാർഡ് മീൻ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വയറാണ്. അത് ഓൺലൈൻ വഴി മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ റിച്ചാർഡിന്റെ കയ്യിൽ മാത്രമേ ആ ഒരു വയർ ഉണ്ടാവത്തുള്ളൂ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ടോം റിച്ചാർഡിനെ സംശയിച്ച് ഇപ്പോൾ പിടിച്ചോണ്ട് വന്നത്. ഇപ്പോൾ റിച്ചാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും സൂസിയെ കൊന്നിട്ടില്ല എന്ന് റിച്ചാർഡ് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, ശരി നിന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഞാൻ എന്തായാലും നിന്നെ സഹായിക്കാമെന്നും പറഞ്ഞു ഹീറോയിൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മാറിലുണ്ടല്ലോ അവള് ഹീറോയിനെ വിളിക്കാണ്. എന്നിട്ട് പെട്ടെന്ന് ഷോപ്പിലേക്ക് വരാൻ പറയും. ഇപ്പോൾ ഹീറോയിൻ കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് സൂസിയുടെ പാർട്ണറും അതേപോലെ തന്നെ ജെസ്സി ഉണ്ടല്ലോ ഇവർ രണ്ടുപേരും കുറച്ചു മുന്നേ ഈ ഒരു ഷോപ്പിലേക്ക് വന്നിരുന്നു. അതുമല്ല ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചത് ആ ഒരു സീലിംഗിന്റെ ഹോളുണ്ട് അത് നേരെ കിച്ചണിലേക്കാണ് കണക്ട് ആവുന്നത്. അതുകൊണ്ട് ആ ടേബിളിൽ ഇരുന്നവർ എന്ത് സംസാരിച്ചാലും അത് കിച്ചണിലുള്ളവർക്ക് കേൾക്കാനും കഴിയും. അങ്ങനെ മാറില്ല അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു കിച്ചന്റെ ഭാഗത്തേക്ക് ചെന്ന് കേൾക്കുമ്പോൾ അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. ജെസമി ഈ നാട്ടിലേക്ക് വന്നത് തന്നെ സുസിയുടെ ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടല്ലോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവർ രണ്ടുപേരും സംസാരിച്ചതില് സുസി മരിച്ചിട്ട് അവളുടെ സ്വത്തുവകകളെല്ലാം ആർക്കാണ് പോകുന്നതെന്നുള്ള ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അതില് ആരുടെ പേർക്കാണ് അത് എഴുതിയിട്ടുള്ളത് എന്നറിഞ്ഞാൽ മാത്രമേ അടുത്ത കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ ജെസ്സി എന്തിനാണ് സൂസിയുടെ എക്സ് ഹസ്ബൻഡിനെ കാണുന്നത്? അവനോട് സംസാരിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാരണമുണ്ട്. കാരണം ആ ഒരു എക്സ് ഹസ്ബൻഡ് സൂസിയുടെ പാർട്ണറുമായിട്ട് ആ ഒരു കമ്പനിയിലേക്ക് ചേരാൻ ശ്രമിക്കുകയാണല്ലോ. പക്ഷെ പാർട്ണർ ചെസ്റ്റർ ആണെങ്കിലോ ആ കമ്പനി വിൽക്കാനായിട്ട് നിൽക്കുകയാണ്. ആകെ കുഴപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഹീറോയിൻ പറയുന്നതും ഈ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇപ്പൊ മാർലയും ഹീറോയിനും ഈ കേസിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് വീണ്ടും എടുത്തു വെക്കുകയാണ്. സൂസിയുടെ വക്കീലിനെ വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്രാനിനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. സൂസിയുടെ എക്സ് ഹസ്ബൻഡ് ഉണ്ടല്ലോ അവനെ പറ്റി അന്വേഷിക്കുമ്പോഴത്തേക്കും അവനോടൊപ്പം ജോലി ചെയ്തിരുന്ന പലർക്കും അവൻ കറക്റ്റായിട്ട് ശമ്പളം ഒരു കൊടുത്തിട്ടില്ല. കാരണം അവൻ ഭയങ്കരമായിട്ടുള്ള കടത്തിലായിരുന്നു. സൂസിയുടെ ഏജന്റ് അവനായിരുന്നു ആ ഒരു അലിബിയുള്ളത്. കാരണം സുസി മരിക്കുന്ന ആ ഒരു ദിവസം അവൻ ആ ഒരു ജിമ്മിലുണ്ടായിരുന്നതായിട്ടാണ് പറഞ്ഞത്. പക്ഷേ സുസിയുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് മാത്രം നടന്നാലേ ആ ജിമ്മിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് ആ ഒരു ഏജന്റ് എത്ര നേരം ആ ജിമ്മിലുണ്ടായിരുന്നു എന്ന് ആ ഒരു ജിമ്മ് ഓണറിനോട് വിളിച്ച് ചോദിക്കുമ്പോൾ ആ ഓണർ പറഞ്ഞത് 8 മണി മുതലേ 10:20 വരെ അവൻ ജിമ്മിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചോദിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ തന്നെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ 1/2 മണിക്കൂർ മാത്രം ലോക്കർ റൂമിൽ പോയിരുന്നു. അത്ര നേരം എന്താണ് ചെയ്തതെന്ന് അറിയത്തില്ലെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സുസിയെ കൊല്ലാനായിട്ട് 1/2 മണിക്കൂർ മാത്രം മതിയാവും. അതുകൊണ്ട് ആ ഒരു ഏജന്റ് ഉണ്ടല്ലോ അവനെയും ഇവരുടെ സംശയിക്കുന്ന ലിസ്റ്റിൽ ചേർക്കാണ്. അതുപോലെ ഏജന്റിന്റെ വീട്ടിലെ അതേപോലെ മീൻ പിടിക്കുന്ന ആ ഒരു വയറുണ്ടല്ലോ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവനാണ് കൊലയാളിയെന്ന് ഇവർക്ക് കൺഫേം ചെയ്യാൻ കഴിയും.
അങ്ങനെയാണെങ്കിൽ റിച്ചാർഡിനെ അവർ റിലീസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് ആ ഒരു ഏജന്റിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഇപ്പൊ മാറില്ലേണ്ടല്ലോ, അവള് ഏജന്റിനെ വിളിച്ച് അവനോട് സംസാരിച്ച് അവനെ മാറ്റിക്കൊണ്ട് പോവാണ്. ഈ ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ അവന്റെ വീട്ടിനകത്തേക്ക് കയറിയിട്ട് ഹീറോയിൻ ഇപ്പോൾ അന്വേഷിക്കുന്ന ആ ഒരു ഫിഷിംഗ് ലൈൻ ഉണ്ടല്ലോ അതാണ്. പക്ഷേ അതൊരിക്കലും കിട്ടിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവൾക്ക് കിട്ടുന്നത്. അതെന്താന്ന് വെച്ചാല് സുസിയുടെ ലോയർ ഉണ്ടല്ലോ, വക്കീല്, അവര് ഈ ഏജന്റിന് ഒരു വാർണിംഗ് ലെറ്റർ അയച്ചിട്ടുണ്ട്. എന്താന്നല്ലേ, ഈ ഒരു ഏജന്റ് സുസിയോട് ഭീഷണിപ്പെടുത്തി എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ആ റെക്കോർഡ് സുസിയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെയാണ് ആ ഒരു വക്കീല് വാർണിംഗ് ലെറ്റർ അയച്ചത്. ഇതിലൂടെ തന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഈ ഏജന്റിന് സുസിയെ കൊല്ലാനായിട്ടുള്ള ആ ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിൻ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വക്കീലിനെ പോയി കണ്ടിട്ട് അവളെ ഭീഷണിപ്പെടുത്തിയ ആ ഒരു റെക്കോർഡർ ഉണ്ടല്ലോ, ആ ഒരു കോൾ റെക്കോർഡ്, അത് വാങ്ങിക്കഴിഞ്ഞാൽ പോലീസിനെ കൊണ്ട് കാണിച്ചിട്ട് ഇവന് സുസിയെ കൊല്ലാനായിട്ടുള്ള ആ ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും അടുത്തായിട്ട് പോകുന്നത് ആ ഒരു വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ആ ഒരു വക്കീല് അടുത്തൊരു ടെസ്റ്റ് കൊടുക്കുന്നത്. സത്യത്തിൽ സുസിയുടെ കയ്യിൽ അതുപോലെ ഒരു റെക്കോർഡൊന്നുമില്ല. ഈ ഏജന്റ് ആണെങ്കിൽ അവളെ വെറുതെ ഇട്ട് ശല്യം ചെയ്തതുകൊണ്ട് അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെറുതെ ഇതുവരെ ഒരു വാണിംഗ് ലെറ്റർ അവൻ അയച്ചതാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഹീറോയിന് അത് ഭയങ്കര ഒരു അടിയായിപ്പോയി. അങ്ങനെ പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് സുസി എഴുതി വെച്ച ആ ഒരു സ്വത്തുവകളെല്ലാം ആരുടെ പേരിൽ പോകണമെന്നുള്ള ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിന്റെ ഒരു കോപ്പി വക്കീല് ഹീറോയിന്റെ കയ്യിൽ കൊടുക്കും. കാരണം വേറെ ഒന്നല്ല, അതില് ഹീറോയിന്റെ പേരും സുസി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം അവളുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പാത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതെല്ലാം ഹീറോയിന്റെ പേരിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് ഹീറോയിൻ നേരെ ടോമിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടാണ് പറയുന്നത്, സുസി ഇത് എഴുതിയത് അവളുടെ എക്സ് ഹസ്ബൻഡ് ഉണ്ടല്ലോ അവനെ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുന്നെയാണ്. അതുമല്ല ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ, അവളുടെ കമ്പനി, അതേപോലെ തന്നെ വീട്, ഇതെല്ലാം അവളുടെ മരണശേഷം പോകേണ്ടത് ആ ഒരു എക്സ് ഹസ്ബൻഡിന്റെ പേരിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ സുസി മരിച്ചു കഴിഞ്ഞാൽ അധികമായിട്ട് ലാഭം ഉണ്ടാവുന്നത് ആർക്കാണ്? ആ ഒരു എക്സ് ഹസ്ബൻഡിന് തന്നെയാണ്. ഒരുപക്ഷെ ഇതറിഞ്ഞിട്ട് ആ ഒരു ഭർത്താവ് അവളെ മനഃപൂർവ്വം കൊന്നതായിരിക്കാം, അതിനും ചാൻസ് ഉണ്ട് എന്നിവർ രണ്ടുപേരും പറയുന്നുണ്ട്. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇങ്ങനെ ഈ ഭർത്താവിന്റെ പേരിലേക്ക് സ്വത്തുക്കളെല്ലാം വന്നു കഴിഞ്ഞാൽ അവന്റെ കമ്പനി വിൽക്കാനുള്ള ആ ഒരു ഡീലാണ് ജെസ്സിയുമായിട്ട് അവൻ സംസാരിച്ചതെന്നും ഹീറോയിൻ പറയും. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ടോം അടുത്തായിട്ട് പോകുന്നത് ജെസ്സിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവളോട് വന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ഓക്കെ, ഞാൻ വന്നത് ഈ ഒരു കമ്പനി വാങ്ങിക്കാൻ തന്നെയാണ്. പക്ഷേ ഈ കമ്പനി വാങ്ങിക്കാനുള്ള ആ ഒരു ഡീല് ഞാൻ സംസാരിച്ചത് ആരോടാണെന്നറിയോ? അത് സുസിയോടാണ്. സുസി മരിക്കുന്നതിന് ഒരു ദിവസം മുന്നേ എനിക്കൊരു മെയിൽ അയച്ചിരുന്നു. അതനുസരിച്ചാണ് ഞാൻ അവളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നത്. അപ്പോൾ ജെസ്സിമയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ആ ഒരു മെയിൽ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു തെളിവാണ്. അപ്പോൾ ജെസ്സിക്ക് സൂസിയുടെ മരണമായിട്ടൊരു ബന്ധവുമില്ല. അതുമല്ല, ജെസ്സി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സത്യത്തില് സൂസിയുടെ എക്സ് ഹസ്ബൻഡ് ഉണ്ടല്ലോ, അവന്റെ പേരിലേക്ക് അവളുടെ സ്വത്തുക്കളെല്ലാം മാറ്റി എഴുതിയ ആ ഒരു കാര്യം അവൻ ഇതുവരെ അറിയത്തില്ല. അതുമല്ല, ഇവർ രണ്ടുപേരും സംസാരിച്ചത് വേറെ ഒന്നല്ല, ആ ഒരു എക്സ് ഹസ്ബൻഡ് ജെസ്സി ഒരു കമ്പനി വാങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പനിയിൽ അവനെയും ജോലിക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് അവൻ സംസാരിച്ചത് എന്നുകൂടി പറയുന്നതും ഇപ്പൊ ആ ഒരു എക്സ് ഹസ്ബൻഡ് ഉണ്ടല്ലോ അവന്റെ മേലുള്ള സംശയമെല്ലാം മാറിയിട്ടുണ്ട്. കാരണം അവന് തന്റെ പേരിലേക്ക് ഈ ഒരു സ്വത്ത് വരുമെന്നോ അങ്ങനെയുള്ള ഒരു കാര്യം അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഒരിക്കലും സൂസിയെ കൊല്ലാണ്ട് ചാൻസ് ഇല്ല. പക്ഷെ ഇവിടെയാണ് അടുത്തൊരു ഒന്നൊന്നര ടെസ്റ്റ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ ആ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് ഹീറോയോട് പറയും, സാർ, ഫ്രാൻ എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയില്ലേ, പഴയ പോലീസുകാരി, അവര് മരിച്ചു എന്ന് പറയും. അതുമല്ല, അവർ മരിച്ചു കിടന്നത് എവിടെയാണെന്നറിയോ? റിച്ചാർഡിന്റെ ഗസ്റ്റ് ഹൗസിലെ. അങ്ങനെ പോലീസുകാരെല്ലാം അവിടേക്ക് വന്നിട്ട് റിച്ചാർഡിന്റെ ഗസ്റ്റ് ഹൗസ് പരിശോധിക്കുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് അവിടേക്ക് ഹീറോയും വന്നിട്ട് ടോമിനോട് ചോദിക്കും, ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറയും, റിച്ചാർഡ് നിങ്ങളുടെ കസ്റ്റഡിയിലാണുള്ളത്, അങ്ങനെയാണെങ്കിൽ ഫ്രാൻ എങ്ങനെ ഇവിടെ വെച്ച് മരിക്കും? അപ്പോഴാണ് ടോം പറയുന്നത്, ഓക്കെ, അതിനൊരു കാരണമുണ്ട്. ഫ്രാൻ മരിച്ചത് 3 ദിവസങ്ങൾക്ക് മുന്നെയാണ്. അവളുടെ മരണസമയം വെച്ച് നോക്കുമ്പോൾ അവരുടെ മരണത്തിന് ശേഷമാണ് റിച്ചാർഡിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയം പറയുമ്പോഴത്തേക്കാണ് ഹീറോയിനും റിച്ചാർഡും ഇവരുടെ മകളുടെ ആ ഒരു സ്പോർട്സ് പ്രാക്ടീസ് ഉണ്ടായിരുന്നല്ലോ, ആ ദിവസമാണ് ഫ്രാൻ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ല, റിച്ചാർഡ് അപ്പോൾ എന്നോടൊപ്പം ഗ്രൗണ്ടിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോ കറക്റ്റ് സമയം ചോദിക്കും. അപ്പോൾ ഹീറോയിൻ പറയും, ഏകദേശം ഒരു 8 മണി. അപ്പോൾ ടോം പറയും, പക്ഷേ ഫ്രാൻ മരിച്ചത് അതിന് 2 മണിക്കൂർ മുന്നെയാണ്. ഒരുപക്ഷെ അവരെ കൊന്നിട്ടായിരിക്കണം റിച്ചാർഡ് നിന്നോടൊപ്പം വന്നത്, അതിനും ചാൻസ് ഉണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ ആണെങ്കിലും അപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം അവൾ റിച്ചാർഡിനെ അത്രയും വിശ്വസിക്കുന്നുണ്ട്. അപ്പോഴാണ് ടോം അടുത്തൊരു കാര്യം പറയുന്നത്, മരിച്ചുപോയ ഫ്രാനിന്റെ തോക്കുണ്ടല്ലോ, അത് റിച്ചാർഡിന്റെ ഈ ഒരു ഗസ്റ്റ് ഹൗസിലെ കിച്ചണിൽ നിന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിലും വലിയ തെളിവ് വേണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട്, അതും തന്റെ മകളെ ഓർത്താണ്. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ അച്ഛൻ ഒരു കൊലയാളിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊണ്ടത് താങ്ങാൻ കഴിയത്തില്ല. അതുപോലെ ഒരിക്കലും റിച്ചാർഡിനെ സംശയിക്കാനായിട്ട് ഹീറോയിനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ സൂസിയെ കൊന്നത് ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതിനിടയിൽ ഫ്രാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു. ഇപ്പൊ ഇവരെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്നാണ് ഹീറോയിൻ വിചാരിച്ചത്.
അതുപോലെ ഇവർ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാണ് ആ ഒരു ഡ്രസ്സിംഗ് ഷോപ്പിനകത്തേക്ക് കയറിയിട്ട് പുറകു ഡോർ വഴി അവർ പുറത്തേക്ക് പോയല്ലോ. അപ്പോഴാണ് അവസാനമായിട്ട് ഇവരെല്ലാവരും കാണുന്നത്. അതിനുശേഷം ഇവരുടെ ഡെഡ് ബോഡി മാത്രമാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും അവർ ആരെയാണ് കാണാൻ പോയത് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കില്ലറിനെ കണ്ടുപിടിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ അടുത്തതായിട്ട് പോകുന്നത് നേരെ ആ ഒരു ഷോപ്പിലേക്കാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഓണറിനോട് ചോദിക്കും, അല്ല ഫ്രാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഈ കടയിലെ റെഗുലർ കസ്റ്റമർ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ലാന്ന്. പക്ഷെ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഷോപ്പിൽ ഒരുപാട് മോഷണങ്ങൾ നടന്നിരുന്നു. അതുകൊണ്ട് അവരൊരു പഴയ പോലീസുകാരിയാണല്ലോ. അങ്ങനെ അവരുടെ സഹായം ഞാൻ ചോദിച്ചിരുന്നു. അതിലെ അവർ ക്യാമറ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഫിറ്റിംഗ് റൂമിലെ ഹോള് ക്ലോസ് ചെയ്യാനായിട്ട് അവർ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഞാൻ അതുപോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫിറ്റിംഗ് റൂം ഉണ്ടല്ലോ അത് കൊണ്ടുവന്ന് ഹീറോയിന് കാണിച്ചു കൊടുക്കുമ്പോൾ അന്ന് ഷോപ്പിനകത്തേക്ക് കയറിയ ഫ്രാൻ ഇതുപോലെ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയിട്ടാണ് കുറേ നേരം അതിനകത്ത് നിന്നിട്ട് ബാക്ക് ഡോർ വഴി പുറത്തേക്ക് പോയത്. അപ്പൊ അത്രയും നേരം അവരെന്തായിരുന്നു ഇതിനകത്ത് ചെയ്തത് എന്ന് ചിന്തിച്ച് ഹീറോയിൻ അകത്തേക്ക് കയറിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യം ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെയുള്ള സോഫയും കാര്യങ്ങളെല്ലാം അവൾ മാറ്റി നോക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ച് അവസാനം അവിടെയുള്ള ഒരു സീല് അത് പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ വിചാരിച്ചതുപോലെ തന്നെയാണ് അതിനകത്തൊരു ഫയൽ ഉണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്തിട്ട് ഹീറോയിൻ നേരെ തന്റെ കാറിലേക്ക് വന്നിരുന്നു. അത് വായിക്കാന്ന് പറഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ ആഹാ, ഒരുത്തനിപ്പോ പുറകിലൂടെ ഒരു സൂചി കൊണ്ടുവന്ന് അവളുടെ കഴുതിലേക്ക് കൊത്തിയിട്ട് അവളുടെ ബോധം പോകുന്നതും അവളെയും കൊണ്ട് ആ ഒരു കാറിൽ വേറെ എങ്ങോട്ടോ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് കില്ലറ്. അതാരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ടെസ്റ്റ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇത്രയും നേരം ഈ കഥാപാത്രങ്ങളെല്ലാം ഫോളോ ചെയ്ത് കഥയോടൊപ്പം വരുമായിരുന്നല്ലോ. നിങ്ങൾ ഗസ് ചെയ്തതുപോലെ ഇത് തന്നെയാണ് കൊലയാളിയെന്ന് നമുക്ക് നോക്കാം. അത് വേറെ ആരുമില്ല, നമ്മുടെ മൊട്ടത്തലയും ഡോക്ടർ. ഹെടാ മൊട്ടേ, ഒളിച്ചിരുന്നിട്ട് ഇമ്മാതിരി പണിയാണല്ലോ നീ കാണിച്ചത്. ഓക്കെ, നമ്മുടെ മൊട്ടത്തലേനെ എന്താണ് മോട്ടീവ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മൊട്ടത്തലയും ഡോക്ടർ ചെയ്തത് ഇറ്റാലിയിലെ ഒറ്റയ്ക്കൊരു വീടും കെട്ടിയിട്ട് അതിനകത്തൊരു മാഫിയ ഗ്യാങ്ങിന് എന്തോ ഒരു സർജറി ചെയ്തിരുന്നു. അതിലൂടെ ഒരുപാട് പണം ഇയാൾ സമ്പാദിച്ചു. എന്നിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് തന്റെ വീട് കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇറ്റാലിയിലേക്ക് പോയിട്ട് വരുന്നതും അയാളുടെ കുറെ പേഷ്യൻസിനെ റിച്ചാർഡിനടുത്തേക്ക് പറഞ്ഞു വിടുന്നതും. അപ്പോൾ നമ്മുടെ മൊട്ട ഡോക്ടർ ആ മാഫിയെ സഹായിക്കുന്നുള്ള കാര്യം അറിയാവുന്ന ഒരേ ഒരാള് വേറെ ആരുമല്ല, അത് ഫ്രാൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടല്ലോ, നമ്മുടെ ചകിരിത്തല അമ്മച്ചി, അവരായിരുന്നു. ഇപ്പൊ ആ കാര്യത്തെ പറ്റിയാണ് നമ്മുടെ സുസിയോട് പറയാൻ വേണ്ടി അവളുടെ ബർത്ത്ഡേ ദിവസം ഫ്രാൻ അമ്മച്ചി അവിടേക്ക് വന്നത്. അത് അവളോട് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഈ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സുസിയെ പറ്റി ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ചെയ്യുമായിരുന്നല്ലോ. അതുകൊണ്ട് സുസിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഇങ്ങർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് അയാളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ റെഡിയാക്കിയിരുന്നു. അതാണ് നമ്മുടെ ഫ്രാൻ അമ്മച്ചി. അങ്ങനെയാണ് നമ്മുടെ ഫ്രാൻ ആ ഡോക്ടറിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് സുസിയോട് വന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും വലിയൊരു കൊടൂരനാണ് ഈ ഒരു മൊട്ട ഡോക്ടർ എന്ന് നമ്മുടെ സുസി ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് ഈ ഒരു ഡോക്ടറിനോട് ഇനി കളിക്കേണ്ടെന്നാണ് സുസി വിചാരിച്ചത്. അവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാം, അതായിരിക്കും നല്ലതെന്ന് സുസി വിചാരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യം ഡോക്ടർ തന്റെ വീട്ടിൽ നിന്ന് കണ്ടിരുന്നു. അതുകൊണ്ട് ഇനിയും തന്റെ കാര്യങ്ങൾ അറിഞ്ഞ സുസിയെ വെറുതെ വിട്ടു കഴിഞ്ഞാലേ അത് തനിക്ക് തന്നെയായിരിക്കും പ്രശ്നമെന്ന് മനസ്സിലാക്കിയ മൊട്ട ഡോക്ടർ സുസിയുടെ വീട്ടിലേക്ക് പോയിട്ട് സുസിയെ കൊന്ന് ആ ഒരു കൊലക്കുറ്റം റിച്ചാർഡിന്റെ മുകളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫിഷിംഗ് റാഡ് അവിടെ ഉപേക്ഷിച്ചിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോയത്. അതേപോലെ തന്നെ തനിക്കൊരു ഫേക്ക് കോൾ വന്നെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കഥ ചമച്ചു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് സ്റ്റാർട്ടിങ് മുതൽ ഡോക്ടറിന്റെ മേളിൽ വേറെ ആർക്കും ഒരു സംശയം ഇല്ലാഞ്ഞത്. അതുമല്ല, ഇതിനിടയിൽ നമ്മുടെ ഫ്രാൻ ഉണ്ടല്ലോ, ചുരുണ്ടമുടി അമ്മച്ചി, അവരൊരു കാര്യം ചെയ്തിരുന്നു. നമ്മുടെ ഡോക്ടറിന്റെ വിവരങ്ങളെല്ലാം അവർക്കറിയാവുന്നതുകൊണ്ട് ഇത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി കുറെ പണം ഡോക്ടറിനോട് അവർ ചോദിച്ചു. അതുകൊണ്ടാണ് ഡോക്ടർ അവരെയും അവിടെ വെച്ച് കൊന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന്റെ ശരീരത്തും ഒരു വിഷം കുത്തിവെച്ച് അതും റിച്ചാർഡ് ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ശ്രമിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിച്ചാർഡിനെ കാണിക്കുമ്പോൾ റിച്ചാർഡ് ജാമ്യം വാങ്ങി പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴേക്കും ആ ഒരു ഡോക്ടർ അവിടേക്ക് വന്ന് റിച്ചാർഡിനെ കണ്ടിട്ട്, ഹേ റിച്ചാർഡ്, ഒരു കോഫി കുടിക്കാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞ് അവന് ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ വേറെ പ്രധാനപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ പറയണം എന്നുകൂടി പറയുന്നത് കൊണ്ടാണ് റിച്ചാർഡ് അവിടേക്ക് പോകാനായിട്ട് സമ്മതിക്കുന്നതും. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഹീറോയിൻ ഡോക്ടറിന്റെ കസ്റ്റഡിയിലാണുള്ളത് എന്നുള്ള കാര്യം വേറെ ആർക്കും അറിയത്തില്ല. ഇപ്പോൾ ടോം ആണെങ്കിൽ ഹീറോയിനെ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോഴാണ് ആ ഒരു ഡോക്ടർ ഹീറോയിന്റെ ഫോൺ എടുത്തിട്ട് ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്നു, ഞാനിപ്പോൾ ബിസിയാണ്, പിന്നെ വിളിക്കാന്ന്. പക്ഷെ എന്തോ നമ്മുടെ ടോം അടങ്ങിയിരിക്കാതെ നേരെ ഹീറോയിനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹീറോയിൻ ഇല്ലാന്ന് മനസ്സിലാക്കും. അപ്പോൾ റെസ്റ്റോറൻറ്റിലും ഇല്ല, അതേപോലെ തന്നെ വീട്ടിലും ഇല്ല. ഹീറോയ്ക്ക് നല്ല സംശയമായി. അങ്ങനെ ഹീറോ അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ ആ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടല്ലോ അത് ഹീറോ ശ്രദ്ധിക്കുന്നത്. അതിൽ ഹീറോയിൻ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത് ഹീറോ കണ്ടുപിടിച്ച് പോകുമ്പോഴത്തേക്കും ഹീറോയിൻ അന്വേഷിച്ചതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നതും ഇപ്പൊ ആ ഒരു ഡ്രസ് ഷോപ്പിലേക്ക് ചെന്നിട്ട് ഹീറോയിൻ വന്നെന്ന് ചോദിക്കുമ്പോൾ അതെ അവർ വന്നിരുന്നു, പക്ഷെ അവിടെ നിന്ന് പോയി, പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയത്തില്ല എന്ന് പറയുന്നതും. നമ്മുടെ ടോം എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കടയുടെ CCTV ഫോട്ടോസ് ഉണ്ടല്ലോ അത് നോക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ആ ഒരു ഫയൽ എടുത്ത് ഹീറോയിൻ വെളിയിലേക്ക് പോകുന്നതും തന്റെ കാറിലിരുന്നത് വായിക്കുമ്പോൾ
ആ ഒരു കാർ പാർക്കിംഗ് ഏരിയയിലെ ക്യാമറയിലൂടെ ഹീറോയിനെ ആരോ പുറയിൽ നിന്നും അവളുടെ മുഖം മൂടിയിട്ട് തട്ടിക്കൊണ്ട് പോകുന്നതായിട്ടുള്ള കാര്യവും ഹീറോ കണ്ടുപിടിക്കും. അങ്ങനെ അത് ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അത് ചെയ്തത് നമ്മുടെ മൊട്ട ഡോക്ടറാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ ആ ഡോക്ടർ കാണാതെ റൂമിനകത്തേക്ക് കയറും. അങ്ങനെ വീടിനകത്ത് അന്വേഷിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനെ കെട്ടിയിട്ടിരിക്കുന്ന കാര്യം ഹീറോ കാണുന്നത്. അങ്ങനെ ആ ഒരു ഡോക്ടർ മാറി നിൽക്കുന്ന സമയം നോക്കി ഹീറോ അകത്തേക്ക് വന്ന് ഹീറോയിന്റെ കെട്ടലഴിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയിൻ അവനോട് പറയാണ്. ഹീറോ തന്റെ തോക്കെടുത്ത് നേരെ ഡോക്ടറിന്റെ പുറകിലേക്ക് ചെന്നിട്ട് മൊട്ട ഡോക്ടറിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിച്ചാർഡ് ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഇവർക്ക് മനസ്സിലായി. അങ്ങനെ കേസും അവസാനിപ്പിച്ചിട്ട് എല്ലാവരെയും രക്ഷപ്പെടുത്തി വെളിയിലേക്ക് വരുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ടെസ്റ്റും അതേപോലെ തന്നെ നിങ്ങൾ ത്രില്ലടിച്ച് കണ്ടിട്ടുള്ള ഒരു മൂവിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ ആ മൂവി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ച് നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും. ബായ്.